ഇന്നലെ ഇല്ലാതിരുന്നവർക്ക് ഇന്ന് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. ചോദ്യം ഇതാണ്: നീ എവിടെയാണ് നോക്കുന്നത്? എന്താണ് ചോദ്യം? നീ എവിടെയാണ് നോക്കുന്നത്? രണ്ട് സീനുണ്ട്. രണ്ട് സീനിൽ നീ എവിടെയാണ് നിന്റെ കണ്ണ് പതിപ്പിച്ചിരിക്കുന്നത്? രണ്ട് വ്യത്യസ്തമായ സീനറികളാണ്. ഒന്നാമത്തെ സീനറികളാണ് എന്ന് പറയും, അല്ലെങ്കിൽ സീനാണെന്ന് പറയും. ഒന്ന് ശരിക്കു പറഞ്ഞ ഒരു സീനാണ്. അതായത് ആളുകൾ കല്ലെറിയുന്നതിന് വേണ്ടി, കല്ലെറിഞ്ഞ് സ്റ്റീഫനെ കൊല്ലുന്നതിന് വേണ്ടി ഉള്ള കല്ലുകൾ ആളുകൾ ഇങ്ങനെ പിടിച്ചുപിടിച്ചുകൊണ്ടിരിക്കുക. കല്ല് കയ്യിൽ പിടിച്ചിരിക്കുന്നു, പല്ലിറുമുന്നു. പല്ലിറുമുകയും കൈധരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ. കാരണം സ്റ്റീഫൻ ഒറ്റ കാരണമുള്ളൂ: ഇവൻ യേശുവിന് വേണ്ടി, യേശുനാമത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന യേശുനാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, യേശുനാമത്തിൽ നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും, യേശുനാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടണം, യേശുനാമത്തിൽ സൗഖ്യപ്പെടുത്തണം എന്ന് മാത്രമല്ല ഈശോ പറഞ്ഞിട്ടുള്ളത്. ഈശോ യേശുനാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ യേശുനാമം എന്തിനുള്ള നാമമാണ്? നമുക്ക് പീഡിപ്പിക്കപ്പെടുന്നതിനുള്ള നാമമാണ്. അച്ഛൻ പറഞ്ഞതല്ല, മത്തായിയുടെ സുവിശേഷം 10:22 ഈശോ പറഞ്ഞതാണ്, എന്റെ നാമത്തിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവായിട്ട്. അതായത് എന്റെ നാമത്തിൽ പലരും വന്ന് നിങ്ങളെ പറ്റിക്കും എന്നുകൂടെ ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുനാമം എന്തിനുള്ള നാമമാണ്? യെസ്. അപ്പോൾ ഇന്ന് സ്റ്റീഫന്റെ മുമ്പിൽ രണ്ട് സീനുള്ളത്. ഒന്ന്, ആളുകൾ കല്ലെറിയുന്നതിന് വേണ്ടി കല്ലുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു, പല്ലിറുമിക്കൊണ്ടിരിക്കുന്നു. സ്റ്റീഫന് വേണമെങ്കിൽ ഈ ആളുകളുടെ കയ്യിലുള്ള കല്ലിനെ നോക്കാം, അവര് പല്ലിറുമുന്നതിനെ നോക്കാം, അവര് ആക്രോശിക്കുന്നതിനെ നോക്കാം, എന്ത് വേണേലും നോക്കാം. അതാണ് ഒരു സീൻ. മറ്റൊരു സീൻ, ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്വർഗത്തിൽ സ്റ്റീഫന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് ദൈവപുത്രനും മാലാഖമാരുമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇവൻ വരുന്നത് സ്വീകരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്റ്റീഫൻ പറയുന്നത് എന്താണ്? ഞാൻ കാണുന്നു. എന്ത് കാണുന്നു? മനുഷ്യപുത്രൻ മാലാഖമാരോടുകൂടെ എന്നെ സ്വീകരിക്കുന്നതിന് കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ ഈ കല്ലെറിയാൻ നിൽക്കുന്നവരെ ഞാൻ കാണുന്നില്ല. അപ്പൊ നമ്മൾ എവിടെയാണ് നോക്കുന്നത് അതാണ് കാണുന്നത്. വലത്തോട്ട് നോക്കുന്നവർ വലതുവശത്തുള്ളവരെ കാണും, ഇടത്തോട്ട് നോക്കുന്നവർ ഇടതുവശത്തുള്ളവരെ കാണും. നമ്മൾ എങ്ങോട്ട് നോക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. നീ എങ്ങോട്ട് നോക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? കർത്താവിലേക്ക് നോക്കാനാണോ അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് നോക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നീ ആ പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും നോക്കിയിരിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ എല്ലാറ്റിന്റെയും മുകളിൽ നിൽക്കുന്ന നിന്റെ കർത്താവിലേക്ക് നോക്കിയിരിക്കാനാണോ നിന്റെ തീരുമാനം? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? എന്താണ് നിന്റെ ഓപ്ഷൻ? ഏതാണ് നിന്റെ തീരുമാനം? ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കണ്ണുകളടക്കാം. വിശുദ്ധ സ്റ്റീഫൻ ദൈവത്തിലേക്ക് നോക്കാൻ തീരുമാനമെടുത്തതുപോലെ, തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ദൃഷ്ടികൾ കാലിത്തൊഴുത്തിലെ ആ ഉണ്ണിയിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ തീരുമാനമെടുക്കാം. ഈ ലോകത്തിലെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരമാണവൻ. അതിനെല്ലാം അവൻ പരിഹരിച്ചുകൊള്ളും. അവൻ അതിനെല്ലാം അതിജീവിക്കുന്ന ക്രിസ്തുവിന്റെ കാഴ്ച മറ്റെല്ലാ കാഴ്ചകളെയും അതിജീവിക്കുന്ന കാഴ്ചയാണ്.
ആ കാഴ്ചയിലേക്ക് എൻ്റെ ഹൃദയം തറപ്പിച്ച് നിർത്തപ്പെടട്ടെ, കണ്ണുകൾ ഉറപ്പിക്കപ്പെടട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാതെ ഈ ലോകത്തിലുള്ള പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, സംഘർഷങ്ങളിൽ ഉറപ്പിച്ച് അതിനെക്കുറിച്ച് പരിഭവം പറയുന്നവരായി, പരിതപിക്കുന്നവരായി, പെറുപെറുക്കുന്നവരായി, മുറുമുറുക്കുന്നവരായി നമ്മൾ മാറിയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോ